ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എ സ്റ്റഡി. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്നുള്ള 1 ആക്ട് പ്ലേൻ്റെ പാർട്ട് 1 ആയിരുന്നു നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വീഡിയോ അതിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് 1 കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക. എന്നാലാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുക. ഇതൊരു 1 ആക്ട് പ്ലേ ആണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ലെൻഡേഴ്സ് ഫാമർ, മിസ്സസ് ഹിഗിൻസ് ആൻഡ് ബേർട്ടി. പിന്നെ ആ പോസ്റ്റ് ഓഫീസിലേക്ക് കയറി വരുന്നത് ഒരു ഫാമർ കയറി വരുന്നുണ്ട്, മിസ്സസ് ഹിഗിൻസ് കയറി വരുന്നുണ്ട്, അവരുടെ മകൻ ബേർട്ടിയും കയറി വരുന്നുണ്ട്. ഫാർമർ: ഗുഡ് മോർണിംഗ് മിസ്, ഹൗ മച്ച് പ്ലീസ്? ഹി പുട്ട്സ് എ പാർസൽ ഓൺ ദി സ്കെയിൽ. അപ്പോൾ ഫാമർ കയറി വന്നിട്ട് ഗുഡ് മോർണിംഗ് പറയാണ് ആദ്യം. എന്നിട്ട് ചോദിക്കുകയാണ് ഇതിന് എത്രയായി? എന്നിട്ട് ഒരു പാർസൽ അവിടെ വെക്കുന്നുണ്ട്. ആ സ്കെയിലിൻ്റെ മുകളിൽ ഒരു പാർസൽ വെച്ചിട്ട് ഇതിന് എത്രയായി എന്നാണ് ചോദിക്കുന്നത്. സ്കെയിൽ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് പാർസലിൻ്റെ വെയിറ്റ് നോക്കുന്ന സംഭവം കേട്ടോ. കാരണം ഈ പാർസൽസിൻ്റെ ഒക്കെ റേറ്റ് തീരുമാനിക്കുക വെയിറ്റ് നോക്കിയിട്ടായിരിക്കും. അപ്പോൾ അത് വെയിറ്റിംഗ് മെഷീനിൽ വെച്ചതിന് ശേഷമാണ് ചോദിക്കുന്നത് ഇതിന് എത്രയാണെന്നുള്ളത്. ദെൻ അസിസ്റ്റൻറ്റ് 1.9 പ്ലീസ്. ഒന്നും 9 പെൻസുമാണ് ഇതിന് വരുന്നത് എന്ന് പറയണേ. അപ്പോൾ ഫാമർ ലാഫിങ്, ചിരിച്ചുകൊണ്ട് ഫാമർ ചോദിക്കുകയാണ് ഹാവ് യു ഹാഡ് എനി ബോംബ്സ് ഇൻ ദി പോസ്റ്റ് യേറ്റ്? നിങ്ങൾക്ക് എന്തെങ്കിലും ബോംബ് ഈ പോസ്റ്റ് വഴി ഇതുവരെ വന്നിട്ടുണ്ടോ? അപ്പോൾ അസിസ്റ്റന്റ് ബോംബോ? യെസ്, ലുക്ക് അറ്റ് ദി പേപ്പർ ദിസ് മോർണിംഗ്. ഇന്ന് രാവിലത്തെ പേപ്പർ കണ്ടില്ലേ? ഹി റീഡ്സ്. അങ്ങനെ വായിച്ചു കൊടുക്കണം. ബോംബ് ഫൗണ്ട് ഇൻ ദി പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസിൽ ബോംബ് കണ്ടെത്തി. സ്കോട്ട്ലാൻഡ് യാർഡ് ഹാസ് ഇഷ്യൂഡ് എ വാർണിംഗ് ദാറ്റ് എ ടൈം ബോംബ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ആസ് എ ക്രിസ്മസ് പാർസൽ വാസ് ഡിസ്കവേർഡ് ഇൻ ദി ലണ്ടൻ പോസ്റ്റ് ഓഫീസ്. അപ്പോൾ സ്കോട്ട്ലാൻഡിലെ പേപ്പർ ഇഷ്യൂ ചെയ്തതിൽ പറയുന്നത് എന്താണ്? ഒരു ടൈം ബോംബ് ക്രിസ്മസ് പാർസലിന്റെ രൂപത്തിൽ ലണ്ടൻ പോസ്റ്റ് ഓഫീസിൽ കണ്ടെത്തി എന്നുള്ള വാർണിംഗ് ആണ് സ്കോട്ട്ലാൻഡ് യാർഡ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഈ സ്കോട്ട്ലാൻഡ് യാർഡ് എന്ന് വെച്ചാൽ പോലീസാണ് കേട്ടോ. അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ഒരു വാർണിംഗ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ക്രിസ്മസ് പാർസലിന്റെ രൂപത്തിൽ ടൈം ബോംബ് ലണ്ടൻ പോസ്റ്റ് ഓഫീസിൽ കണ്ടതായിട്ട്. എനി സസ്പീഷ്യസ് ലുക്കിംഗ് പാർസൽ ഷുഡ് ബി റിപ്പോർട്ടഡ് അറ്റ് വൺസ് ടു ദി ലോക്കൽ പോലീസ് സ്റ്റേഷൻ. എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള പാർസൽസ് കാണപ്പെടുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം, ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള വാർണിംഗും ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഹൗ ക്യാൻ യു ടെൽ ഇറ്റ്സ് എ ടൈം ബോംബ്? പക്ഷെ എങ്ങനെയാണ് ഇതൊരു ടൈം ബോംബാണെന്ന് അറിയാം? ഫാമർ: ദേ യൂഷ്വലി ബിഗിൻ ടു ടിക്ക് ജസ്റ്റ് ബിഫോർ ദേ ഗോ ഓഫ്. അതായത് അവർ ഗോ ഓഫ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് കേട്ടോ. അപ്പോൾ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ടിക് ടിക് അടിക്കാൻ തുടങ്ങും. ബോംബ് ടിക് ടിക് എന്നുള്ള സൗണ്ട് അടിക്കാൻ തുടങ്ങും. സോ ഇഫ് എനി ഓഫ് യുവർ പാർസൽസ് സ്റ്റാർട്ട് മേക്കിംഗ് ഫണ്ണി നോയ്സസ് യു വിൽ നോ വാട്ട് ടു ഡു. അപ്പോൾ നിങ്ങളുടെ പാർസൽസിൽ എന്തെങ്കിലും അങ്ങനത്തെ വോയിസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ ചെയ്യേണ്ടത്. അതായത് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയാമല്ലോ എന്ന് പറയുന്നത്. മിസ്സസ് ജോൺസ്: മിസ്റ്റർ ബ്രൗൺ ഈസൻറ്റ് ഇറ്റ് ഫ്രം ദി ഫാം. അപ്പോൾ മിസ്സസ് ജോൺസ് പറയാണ് മിസ്റ്റർ ബ്രൗൺ, അത് ഫാമറിൻ്റെ പേരാണ് കേട്ടോ മിസ്റ്റർ ബ്രൗൺ എന്നുള്ളത്. അപ്പോൾ ഈസൻറ്റ് ഇറ്റ് ഫ്രം ദി ഫാം, ഇത് ഫാമിൽ നിന്നാണോ? അപ്പോൾ ഫാമർ: ഹോ മിസ്സസ് ജോൺസ്, ഐ ഡിഡിൻറ്റ് റിക്കഗ്നൈസ് യു. ഞാൻ പെട്ടെന്ന് നിങ്ങളെ കണ്ടില്ല എന്ന് പറയാണ് മിസ്സസ് ജോൺസിനോട് ഫാമർ. ഓക്കെ. ഫാമർ ബ്രൗൺ ടോക്സ് ടു മിസ്സസ് ജോൺസ് ആൻഡ് മിസ്സസ് സ്മിത്ത്. പിന്നെ ഫാമർ ബ്രൗൺസ് മിസ്സസ് ജോണിനോടും മിസ്സസ് സ്മിത്തിനോടും സംസാരിക്കുകയാണ്. ബേർട്ടി ആൻഡ് അൺടൈഡി ലിറ്റിൽ urchin stares at Farmer Brown and his mother. A large loud woman goes to the counter. അപ്പോൾ ബേർട്ടിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഭയങ്കര വൃത്തിഹീനമായിട്ട് ഡ്രസ്സ് ചെയ്തിരിക്കുകയാണ്. urchin എന്ന് വെച്ചാൽ ഭയങ്കര വികൃതി എന്നുള്ള അർത്ഥമായിട്ട് വരുന്ന വികൃതി ആയിട്ടുള്ളതിനാണ് urchin എന്ന് പറയാം. ഈ ഫാമർ ബ്രൗണിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഹിസ് മദർ, ബേർട്ടിൻ്റെ മദർ, എ ലാർജ് ലൗഡ് വുമൻ, ഭയങ്കര സൗണ്ട് ഉള്ളൊരു വുമൻ ആണ്. ഗോസ് ടു ദി കൗണ്ടറിലോട്ട് പോവാണ്. നെക്സ്റ്റ് മിസ്സസ് ഹിഗിൻസ്: കം ഓൺ ബേർട്ടി, സ്റ്റോപ്പ് സ്റ്റെയറിങ്, ഇറ്റ്സ് റൂഡ്. അപ്പോൾ മിസ്സസ് ഹിഗിൻസ് ആണ് ബേർട്ടിയുടെ അമ്മ. അപ്പോൾ ബേർട്ടിനോട് പറയാണ് കം ഓൺ, വരൂ, സ്റ്റോപ്പ് സ്റ്റെയറിങ്. ബാക്കിയുള്ള തുറിച്ചു നോക്കുന്നതിനെയാണ് സ്റ്റെയറിങ് എന്ന് പറയാം. അപ്പോൾ സ്റ്റോപ്പ് സ്റ്റെയറിങ്, ഇങ്ങനെ തുറിച്ചു നോക്കാണ്ടിരിക്കും. ഇറ്റ്സ് റൂഡ്, അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല. റൂഡ് എന്ന വാക്കിൻ്റെ അർത്ഥം മോശപ്പെട്ടത്. സ്റ്റെയറിങ് എന്ന് വെച്ചാൽ തുറിച്ചു നോക്കുക എന്നാണ്. Then next, Bertin, okay ma. Bertin okay പറയാണ്. മിസ്സസ് ഹിഗിൻസ്: ആൻഡ് ഡോണ്ട് കോൾ മീ മാ, എന്നെ മാ എന്ന് വിളിക്കരുത് എന്ന് ബേർട്ടിനോട് പറയാണ്. ബേർട്ടി: റൈറ്റ് യു ആർ മാ, ഐ മീൻ മാം. അപ്പോൾ ബേർട്ടി പറയാം ഓക്കെ എന്നുള്ള രീതിയിൽ പറയാണ്. പിന്നെ മാ എന്ന് പറഞ്ഞിട്ട് ആദ്യം പറയുന്നുണ്ട്, പിന്നെ മോം എന്നാക്കുന്നുണ്ട്. Mrs. Higgins: I want a book of stamps and a money order for £2, 11 shillings and 5 pence. അപ്പോൾ പിന്നെ മിസ്സസ് ഹഗിൻസ് ചോദിക്കുകയാണ്
എനിക്കൊരു ബുക്ക് ഓഫ് സ്റ്റാമ്പ് വേണം, അതേപോലെ മണി ഓർഡർ അയക്കാനുണ്ട്, അത് വേണം. അതിന് 2 pounds-ൻ്റെയും 11 shillings-ൻ്റെയും 5 pennies-ൻ്റെയാണ് വേണ്ടത്. അസിസ്റ്റന്റ്, ഹിയർ ഈസ് ദ ബുക്ക് ഓഫ് സ്റ്റാമ്പ് മാഡം, ആൻഡ് വുഡ് യു പ്ലീസ് ഫിൽ ഇൻ ദിസ് ഫോം ഫോർ ദി മണി ഓർഡർ. ഇവിടെ ദ ബുക്ക് ഓഫ് സ്റ്റാമ്പ്സ് ഇതാ മാഡം എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. പിന്നെ മണി ഓർഡറിന് വേണ്ടിയിട്ട് ഈ ഒരു ഫോം ഫിൽ ചെയ്യണം എന്ന് പറഞ്ഞ് ഫോമും കൊടുക്കുന്നുണ്ട്. മിസ്സസ് ഹിഗിൻസ്, ആസ് ഷീ ഫിൽ ഇൻ ദി ഫോം വൈപ്പ് യുവർ നോസ് ബേർട്ടി. അപ്പോൾ ഈ ഫോം ഫിൽ ചെയ്തുകൊണ്ട് മിസ്സസ് ഹിഗിൻസ് ബേർട്ടിനോട് പറയാണ് നോസ് ഒന്ന് വൈപ്പ് ചെയ്യുക. നോസ് ഒന്ന് വൈപ്പ് ചെയ്യാൻ ക്ലീൻ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബേർട്ടി, മാ ഐ വോണ്ട്സ് എ എൻജിൻ. അപ്പോൾ ബേർട്ടി പറയാണ് എനിക്കൊരു എൻജിൻ വേണം, അതായത് ട്രെയിൻ വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മിസ്സസ് ഹിഗിൻസ്, ബി ക്വൈറ്റ് ബേർട്ടി, ദേ ഡോണ്ട് സെൽ ദം ഹിയർ. ദിസ് ഹിയർ ഈസ് എ പോസ്റ്റ് ഓഫീസ്, ദിസ് ഈസ്. അപ്പോൾ എന്താ പറയുന്നത്, ബേർട്ടി ഇവിടെ അത് വിൽക്കുന്നില്ല, അതായത് ട്രെയിൻ ഇവിടെ കിട്ടില്ല, ഇതൊരു പോസ്റ്റ് ഓഫീസാണ്. ബേർട്ടി, ഐ നോ മാ ബട്ട് ദേ സെൽ എൻജിൻസ് നെക്സ്റ്റ് ഡോർ. ഒന്നുകൂടിയാണ്. ബേർട്ടി, ഐ നോ മാ ബട്ട് ദേ സെൽ എൻജിൻസ് നെക്സ്റ്റ് ഡോർ. ഐ സീഡ് ദം. ബേർട്ടി പറയാണ് എനിക്കറിയാം അമ്മ ഇവിടെ കിട്ടില്ല, എൻജിൻസ് നെക്സ്റ്റ് ഡോർ ഉണ്ട്, അതായത് അടുത്ത കടയിൽ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാം. സീഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ സോ എന്നാണ് കേട്ടോ, സോ എന്നാണ്, സീഡ് അല്ല. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. മിസ്സസ് ഹിഗിൻസ്, വാട്ട് ഷോക്കിംഗ് ലാംഗ്വേജ് ബേർട്ടി, ഡോണ്ട് ദേ ടീച്ച് യു ഹൗ ടു ടോക്ക് അറ്റ് സ്കൂൾ. ഇതെന്ത് ഭാഷയാണ് ബേർട്ടി എന്ന് ചോദിക്കുകയാണ്. സ്കൂളിൽ ശരിക്കും സംസാരിക്കാൻ പഠിപ്പിച്ച് തരുന്നില്ലേ? നൗ ഐ സീഡ് ദം ഇൻഡീഡ്. അങ്ങനെയാണോ ശരിക്കും പറയേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ബേർട്ടി, ഐ സോഡ് ദം. അങ്ങനെ ബേർട്ടിയെ ക്ലിയർ ചെയ്യണം, ഐ സോഡ് ദം എന്ന് പറയാണ്. നെക്സ്റ്റ് മിസ്സസ് ഹഗിൻസ്, ദാറ്റ്സ് ബെറ്റർ ബേർട്ടി, ഷീ ഗിവ്സ് ദ ഫോം ടു ദി അസിസ്റ്റന്റ്. അത് ഓക്കെ, ശരി, കുറച്ചുകൂടി നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോം അസിസ്റ്റന്റിന് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. അസിസ്റ്റന്റ്, താങ്ക് യു മാഡം, താങ്ക് യു പറയാണ്. മിസ്സസ് ഹിഗ്ലിംഗ്, സ്റ്റോപ്പ് ഫിഡ്ലിംഗ് വിത്ത് ദോസ് സ്കെയിൽസ് ബേർട്ടി. ബേർട്ടിനോട് പറയാണ് ആ വെയിറ്റിംഗ് മെഷീനിൽ വെറുതെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ഫിഡ്ലിംഗ് എന്ന് വെച്ചാൽ കൈയിട്ട് വെറുതെ ഇങ്ങനെ സമയം കളയാം. ഓക്കെ, ടു അസിസ്റ്റന്റിനോടാണ് പിന്നെ. ഓ, ഹിയർ ഈസ് എ നോട്ടി ലേറ്റ്, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു വിത്ത് ഹിം. നോട്ടി ലേറ്റ് എന്ന് വെച്ചാൽ ബോയ്, നോട്ടി ബോയ് ആണ്, എനിക്കറിയില്ല അവനെ കൊണ്ട് എന്താ ചെയ്യുക. അസിസ്റ്റന്റ്, വിൽ ദാറ്റ് ബി ഓൾ മാഡം, ഇത് മതിയോ മാഡം എന്ന് ചോദിക്കുകയാണ്. മിസ്സസ് ഹഗിൻസ്, ഐ തിങ്ക് സോ, പുട്ട് യുവർ ക്യാപ്പ് ഓൺ സ്ട്രേറ്റ് ആൻഡ് പുൾ യുവർ സോക്സ് അപ്പ് ബേർട്ടി. അപ്പോൾ മിസ്സസ് ഹഗിൻസ് പറയാണ് അത് മതി എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ബേർട്ടിനോടാണ് കേട്ടോ പറയുന്നത്, എൻ്റെ ക്യാപ്പ് ഒന്ന് സ്ട്രെയിറ്റ് ആക്ക്, എന്നിട്ട് സോക്സ് ഒന്ന് വൃത്തിക്കിട് എന്നൊക്കെ പറയാണ് കുട്ടിനോട്. ബേർട്ടി, ക്യാൻ ഐ ഹാവ് എൻ ഐസ്ക്രീം മോം, എനിക്കൊരു ഐസ്ക്രീം മേടിച്ചു തരുമോ മാം ചോദിക്കുകയാണ്. മിസ്സസ് ഹഗിൻസ്, വെൽ വാട്ട് നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക് ടു നോ. ഐസ്ക്രീം ഇൻ ദിസ് വെദർ, ഇനി എന്താ ഞാൻ കേൾക്കാനുള്ളത്, ഐസ്ക്രീമോ ഈ കാലാവസ്ഥയിലോ? ഐ ഹാവ് നെവർ ഹിയർഡ് ഓഫ് സച്ച് എ തിങ്, ഞാനത് കേട്ടിട്ടേ ഇല്ല. ഓൾ റൈറ്റ് ദെൻ, ഇഫ് യു ആർ എ ഗുഡ് ബോയ്, നീ ഒരു നല്ല കുട്ടിയായ ഓക്കെ. അസിസ്റ്റന്റ്, ഈസ് ദർ എനിത്തിങ് എൽസ് മാം ദാറ്റ് ഐ ക്യാൻ ഡു ഫോർ യു, ഇനി എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാനുണ്ടോ എന്ന് മാമിനോട് അസിസ്റ്റന്റ് ചോദിക്കുകയാണ്. നെക്സ്റ്റ് മിസ്സസ് ഹഗിൻസ്, ദർ വാസ് സംതിങ് എൽസ് ഐ വോണ്ടഡ്, ക്യാൻ യു തിങ്ക് വാട്ട് ഇറ്റ് വാസ് ബേർട്ടി. എനിക്ക് ഒന്നും കൂടി ഉണ്ട്, ഞാൻ മറന്നുപോയി. ബേർട്ടി, നിനക്ക് ഓർമ്മയുണ്ടോ എന്താണുള്ളത് എന്ന്. അപ്പോൾ ബേർട്ടി, എൻജിൻ മാം, ഒരു ട്രെയിൻ അല്ലേ മാം എന്ന് ചോദിക്കുകയാണ്. മിസ്സസ് ഹഗിൻസ്, ഓഫ് കോഴ്സ് ഇറ്റ് വാസൻ, ഡോണ്ട് ബി സോ സില്ലി ബേർട്ടി. ഓ ഒരിക്കലും അതല്ല, സില്ലി ആവല്ലേ, ഇങ്ങനെ ഇത്ര സില്ലി ആവല്ലേ ബേർട്ടി എന്ന് പറയാണ്. അപ്പോൾ ബേർട്ടി, ഐസ്ക്രീം മാം, ഒരു ഐസ്ക്രീം അല്ല അതല്ലേ മാം. അപ്പോൾ മിസ്സസ് ഹിഗിൻസ്, ഐ നോ ഐ വോണ്ട് ടു ഡ്രോ സം മണി ഫ്രം മൈ നാഷണൽ സേവിങ്സ്. അപ്പോൾ ഓർമ്മ വരികയാണ് കേട്ടോ, എന്താണ് പറയുന്നത്, എനിക്ക് നാഷണൽ സേവിങ്സിൽ നിന്ന് കുറച്ച് മണി വിഡ്രോ ചെയ്യണം, അതായിരുന്നു ആ കാര്യം. ബേർട്ടി, ടു ബൈ മീ ആൻ എൻജിൻ വിത്ത്, എനിക്ക് ട്രെയിൻ മേടിച്ച് തരാൻ വേണ്ടിയിട്ടാണോ? മിസ്സസ് ഹിഗിൻസ്, യു മൈൻഡ് യുവർ ഓൺ ബിസിനസ് ബേർട്ടി ഹിഗിൻസ്. അപ്പോൾ മിസ്സസ് ഹിഗിൻസ് ബേർട്ടിനോട് പറയാൻ, നീ നിന്റെ കാര്യം നോക്കിക്കേ എന്ന് പറയാൻ. അസിസ്റ്റന്റ്, മേ ഐ ഹാവ് യുവർ ബുക്ക്, പ്ലീസ് ഫിൽ ഇൻ ദിസ് ഫോം. നിങ്ങളുടെ ബുക്ക് ഒന്ന് കാണിക്കൂ, ഈ ഫോം ഒന്ന് ഫിൽ ചെയ്യൂ എന്ന് പറയണം കേട്ടോ. ദ ഫോറിൻ ടൂറിസ്റ്റ് എൻറ്റേഴ്സ്, ഈസ് ഡാർക്ക് ആൻഡ് സിനിസ്റ്റർ, ഡ്രസ്ഡ് ഇൻ ബ്ലാക്ക് ആൻഡ് സ്പീക്സ് വിത്ത് എ അസെന്റ്. അപ്പോൾ എന്താണ്, ഒരു ഫോറിൻ ടൂറിസ്റ്റ് അടുത്തതായിട്ട് എൻട്രി ചെയ്യാണ് പോസ്റ്റ് ഓഫീസിക്ക്. അയാൾ ഡാർക്കാണ്, സിനിസ്റ്റർ എന്ന് വെച്ചൊരു ദുഷ്ട ലുക്ക്, ഒരു ഡിവിൽ ലുക്ക് ഉണ്ട് എന്നുള്ള, ദുഷ്ട എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കേട്ടോ. ഡ്രസ്ഡ് ഇൻ ബ്ലാക്ക് കളറിലാണ് ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സ്പീക്സ് വിത്ത് എൻ ആൻസെന്റ്, ഒരു മാതിരി ഒരു ആൻസെന്റ് ആണ് അയാളുടെ സംസാരത്തിലുള്ളത്. ടൂറിസ്റ്റ്, ഗുഡ് മോർണിംഗ്. ടൂറിസ്റ്റ് ഗുഡ് മോർണിംഗ് പറയാണ്. അസിസ്റ്റന്റ്, ഗുഡ് മോർണിംഗ് സർ, ക്യാൻ ഐ ഹെൽപ്പ് യു, ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. ടൂറിസ്റ്റ്, ഐ വിഷ് ദാറ്റ് ദിസ് പാർസൽ ബി സെൻഡ് ടു മൈ ഫ്രണ്ട്, ഈ പാഴ്സൽ എൻ്റെ ഫ്രണ്ടിന് അയക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അസിസ്റ്റന്റ്, സർട്ടൻലി സർ, മേ ഐ വെയിറ്റ് ഇറ്റ് ഫോർ യു, ഇതൊന്ന് വെയിറ്റ് നോക്കട്ടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് അസിസ്റ്റന്റ് ചോദിക്കുകയാണ്. ടൂറിസ്റ്റ്,
laying his gloves on the counter. Good. താങ്ക് യു സോ വെൽ. അപ്പോൾ ഇവിടെ ടൂറിസ്റ്റ് തണുപ്പെന്ന് കയറി വരുന്നതുകൊണ്ട് ആ കൗണ്ടറിൽ ഗ്ലൗസ് ഒക്കെ ഊരി വെക്കാണ് കേട്ടോ. ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത്. ഗുഡ്, താങ്ക് യു സോ വെൽ, അതൊക്കെ വേറെ അവരുടെ ആക്സെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ ടൂറിസ്റ്റ്. അപ്പോൾ ഗുഡ്, താങ്ക് യു എന്ന് പറയാണ്. അസിസ്റ്റൻറ്റ്, ഐ വിഷ് മോർ പീപ്പിൾ വുഡ് പാക്ക് ദെയർ പാർസൽ ആസ് വെൽ ആസ് ദിസ്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ഇതുപോലെ എല്ലാവരും നല്ല രീതിയിൽ അവരുടെ പാർസൽസ് പാക്ക് ചെയ്തിരുന്നെങ്കിൽ. മൈ ഗോഡ്നസ്, ഹൗ ഹെവി ഇറ്റ് ഈസ്, ഇറ്റ് വിൽ കോസ്റ്റ് യു 5 shillings. ഇത് ഭയങ്കര വെയിറ്റ് ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് 5 shillings വരും എന്ന് പറയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്, ഹി വാക്സ് ഹെവി, ഹെസിസ്റ്റേറ്റ് ആൻഡ് റിട്ടേൺസ്. അപ്പോൾ ടൂറിസ്റ്റ് താങ്ക് യു പറഞ്ഞിട്ട് നടക്കുകയാണ്. എന്നിട്ട് ഹെസിസ്റ്റേറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മടിക്കുക എന്നാണ്. മടിച്ചിട്ട് പിന്നെയും തിരിച്ചു വരികയാണ്. I regret that I could not, how you say, post early for Christmas, but I have arrived in your country only a few days ago. അപ്പോൾ ടൂറിസ്റ്റ് പറയാണ്, ഞാൻ നിങ്ങളുടെ ഈ പോസ്റ്റ് ഏർലി ആയിട്ടല്ല ക്രിസ്മസിൻ്റെ ഇപ്പം അയക്കാൻ അയച്ചിട്ടുള്ളൂ, കാരണം ഞാൻ ഈ കൺട്രിയിലോട്ട് വന്നിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. അപ്പോൾ അസിസ്റ്റൻറ്റ്, ഇഫ് ഇറ്റ് ഈസ് എ പ്രസൻറ്റ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഇൻ ടൈം സർ. ഇതൊരു പ്രസൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് സമയത്തെത്തും സർ എന്ന് പറയണം. അപ്പോൾ ടൂറിസ്റ്റ്, ഇറ്റ് ഈസ് എ പ്രസൻറ്റ്, എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് പ്രസൻറ്റ്. ഇതൊരു പ്രസൻറ്റ്, ഒരു ഗിഫ്റ്റ് തന്നെയാണ്, ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഗിഫ്റ്റാണ്. ബട്ട് ടെൽ മീ ഹൗ ലോങ് ബിഫോർ ഇറ്റ് ഗോസ് ടു ദി ജനറൽ പോസ്റ്റ് ഓഫീസ് ടു ബി സോർട്ടഡ്. ഇത് എത്ര ദിവസം എടുക്കും ജനറൽ പോസ്റ്റ് ഓഫീസിലെത്താൻ സോർട്ടിങ്ങിന് വേണ്ടിയിട്ട്? സോർട്ടിംഗ് എന്ന് വെച്ചാൽ തരം തിരിക്കുക എന്നാണ്. ഓരോന്നും ഓരോ ഏരിയക്ക് അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തുമല്ലോ അത്. അസിസ്റ്റൻറ്റ്, ഇറ്റ് വിൽ ബി കളക്റ്റഡ് അറ്റ് മിഡ് ഡേ. മിഡ് ഡേയിൽ അത് കളക്ട് ചെയ്യപ്പെടും. മിഡ് ഡേ എന്ന് വെച്ചാൽ ഉച്ചക്ക്. അപ്പോൾ ഇന്ന് ഉച്ചക്ക് തന്നെ അത് കളക്ട് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത് അസിസ്റ്റൻറ്റ്. ടൂറിസ്റ്റ്, ദിസ് ഈസ് ഗുഡ് ആൻഡ് ദേ വിൽ ടേക്ക് ഗ്രേറ്റ് കെയർ ഓഫ് മൈ പാർസൽ ദർ. യെസ്, അപ്പോൾ ഇത് നല്ലതാണ്. അപ്പോൾ ഇവിടെയും ഗുഡിന് ഗുഡ് തന്നെയാണ് ടൂറിസ്റ്റ് പറയണത്. അപ്പോൾ എന്നിട്ട് ചോദിക്കുകയാണ്, അവിടെ എൻ്റെ പാർസൽ നന്നായിട്ട് അവർ ടേക്ക് കെയർ ചെയ്യൂലേ, നന്നായിട്ട് അവർ നോക്കൂലേ ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അസിസ്റ്റൻറ്റ്, യെസ് ഉണ്ട് എന്ന് പറയാണ്. ടൂറിസ്റ്റ്, ഗുഡ്, ആൻഡ് ഇറ്റ് വിൽ നോട്ട് ബി ഓപ്പൺഡ്. നോ, അത് തുറന്നു നോക്കില്ലല്ലോ അവർ ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അസിസ്റ്റൻറ്റ്, യെസ് ഐ മീൻ നോ, അതായത് അവർ തുറന്നു നോക്കില്ല എന്ന് പറയാണ്. ടൂറിസ്റ്റ്, സോ ആൻഡ് യു ഡു നോട്ട് തിങ്ക് ഇറ്റ് വിൽ ബി സ്റ്റോളൻ. യെസ്, ഇതാരും മോഷ്ടിക്കില്ല എന്ന് ഉറപ്പല്ലേ? അപ്പോൾ അസിസ്റ്റൻറ്റ്, ഹോ യെസ് ദാറ്റ് ഈസ് ഐ മീൻ നോ, ഇല്ല ആരും മോഷ്ടിക്കില്ല എന്ന് വീണ്ടും അസിസ്റ്റൻറ്റ് പറയാണ്. ടൂറിസ്റ്റ്, ദാറ്റ് ഈസ് ഗുഡ്, ഐ വിഷ് യു ഗുഡ് ഡേ. ഇത് അവരുടെ ആക്സെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അവരെല്ലാത്തിനും അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് പ്രൊനൗൺസിയേഷൻ രീതിയിലാണ് അവർ പറയുന്നത്, ഈ ടൂറിസ്റ്റ് പറയുന്നത്. എന്നിട്ട് അപ്പോൾ പറയണത് എന്താണ്, ഓക്കെ അത് നല്ലത്, ഞാനൊരു നല്ല ദിവസം നേരുന്നു പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് ഇറങ്ങാണ്. ഹി ഗോസ് ഔട്ട് ലീവിങ് ഹിസ് ഗ്ലൗസ് ബിഹൈൻഡ്. അവരുടെ ഗ്ലൗസ് അവിടെ മറന്നു വെച്ചിട്ടാണ് കേട്ടോ പോണേ. അസിസ്റ്റൻറ്റ്, വാട്ട് ഈസ് സ്ട്രേഞ്ച് മാൻ, ഹി മെയ്ഡ് മീ ഷഡർ. അപ്പോൾ ഞാൻ എന്ത് മനുഷ്യനാണ് അയാൾ, എന്ത് സ്ട്രേഞ്ച് ആയിട്ടുള്ള മനുഷ്യനാണ് അയാൾ എന്നെ ഷഡർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വിറക്കുക എന്നാണ് കേട്ടോ. അതായത് അയാളുടെ സംസാരത്തിൻ്റെ ആ ഇത് ഗൗരവം കണ്ടിട്ട് ഞാൻ വിറച്ചു പോയി. ഐ സപ്പോസ് ഹി ഈസ് വൺ ഓഫ് ദോസ് ഫോറിൻ ടൂറിസ്റ്റ്. അയാളൊരു ഫോറിൻ ടൂറിസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഐ വണ്ടർ വാട്ട്സ് ഇൻ ദാറ്റ് പാർസൽ, ഹി സീംഡ് വെരി ആൻഷ്യസ് അബൌട്ട് ഇറ്റ്. ഞാൻ വണ്ടർ ആവുന്നു എന്താണ് ഈ പാർസലിൽ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര വണ്ടർ ആവുന്നു. ഹി സീംഡ് വെരി ആൻഷ്യസ് അബൌട്ട് ഇറ്റ്. ആൻഷ്യസ് എന്ന് വെച്ചാൽ ഉത്കണ്ഠയുള്ളത് എന്നാണ്. അപ്പോൾ അയാൾ അതിനെക്കുറിച്ച് ഭയങ്കര ഉത്കണ്ഠവാനാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ബേർട്ടി ഗോസ് ടു ദ പാർസൽ ആൻഡ് ലുക്ക് അറ്റ് ഇറ്റ്. ബേർട്ടി ആ വിഗതി ചെക്കൻ ആ പാർസലിൻ്റെ അടുത്തോട്ട് പോയിട്ട് അത് നോക്കുകയാണ്. മിസ്സസ് സ്മിത്ത് ടു ദ ഫാമർ. മിസ്സസ് സ്മിത്ത് ഫാമറിനോട് പറയാണ്, കുഡ് യു റിയലി മാനേജ് എ ടർക്കി ഫോർ ക്രിസ്മസ് മിസ്സസ് ബ്രൗൺ. അപ്പോൾ എനിക്കൊരു ടർക്കി എന്ന് പറയുന്നത് ഒരു ചിക്കനാണ് കേട്ടോ. ആ ചിക്കൻ എനിക്ക് ക്രിസ്മസിന് തരാൻ സാധിക്കുമോ എന്ന് ബ്രൗണിനോട് ചോദിക്കുകയാണ്. ബ്രൗൺ ഫാമർ ആണല്ലോ. അപ്പോൾ ഫാമർ, യെസ് ഐ തിങ്ക് ഐ ക്യാൻ സ്പെയർ വൺ. എനിക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ട്. മിസ്സസ് സ്മിത്ത്, താങ്ക് യു വെരി മച്ച് മിസ്റ്റർ ബ്രൗൺ. മിസ്റ്റർ ബ്രൗണിനോട് താങ്ക് യു പറയാണ്. മിസ്സസ് ഹിഗിൻസ്, ബേർട്ടി കം എവേ ഫ്രം ദി പാർസൽ അറ്റ് വൺസ്. ആ പാർസലിൻ്റെ അടുത്തൊന്ന് ഇങ്ങോട്ട് പോരൂ എന്ന് ബേർട്ടിനോട് ഹിഗിൻസ് പറയാണ്. ബേർട്ടി, ബട്ട് മാ. Mrs. Higgins, Bert Higgins, you will have no engine this Christmas and nothing else if you don't come here
ദിസ് വെരി മിനിറ്റ്. നീ ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ നിനക്ക് ഒരു ട്രെയിനും മേടിച്ചില്ല, ഒന്നും മേടിച്ചില്ല ഈ ക്രിസ്മസിന് എന്ന് പറയാണ് ഹിഗിൻസ് ബേർട്ടിനോട്. ബേർട്ടി, ബട്ട് മാം ലിസൺ ടു ദിസ് പാർസൽ. ഈ പാർസലിലൊന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കൂ. മിസ്സസ് ഹിഗിൻസ്, ഐ വിൽ ഡു നോ സച്ച് തിങ് ആൻഡ് നീദർ വിൽ യു. ബേർട്ട് ഹിഗിൻസ്, ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല, നീയും അങ്ങനെ ചെയ്യണ്ട എന്ന് ബേർട്ട് ഹിഗിൻസിനോട് മിസ്സസ് ഹിഗിൻസ് പറയാണ്, ആ കുട്ടീനോട് പറയാണ്. അപ്പോൾ അസിസ്റ്റന്റ്, ഹിയർ സണ്ണി, വാട്ട്സ് ദ മാറ്റർ. ആ ബേർട്ടിനോടാണ് കേട്ടോ ചോദിക്കുന്നത്. സണ്ണി എന്ന് അവനെ ഒരു കൊഞ്ചലോടെ വിളിക്കുകയാണ്. എന്താണ് കാര്യം എന്ന് ചോദിക്കുകയാണ്. ബേർട്ടി, പ്ലീസ് മിസ്, ഇറ്റ്സ് ദിസ് പാർസൽ, ഇറ്റ് ഈൻറ്റ് ഓഫ് മേക്കിംഗ് എ ഫണ്ണി നോയ്സ്. ഈ പാർസലാണത്. ഈ പാർസൽ എന്തോ ഒരു ഫണ്ണി നോയ്സ് ഇതിൽ നിന്ന് വരുന്നുണ്ട് എന്ന് പറയണം. മിസ്സസ് ഹിഗിൻസ്, ആൻഡ് ഓഫ് ഇൻഡീഡ്, വേഴ്സ് യുവർ ഗ്രാമർ. നീ എന്താ ഗ്രാമർ ഒന്നും ശ്രദ്ധിക്കാതെ പറയുന്നത്. അപ്പോൾ മിസ്സസ് ഹിഗിൻസ് ബേർട്ടിനെ എപ്പോഴും ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അത് നമുക്ക് ഓരോ ഡയലോഗൊന്നും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ എപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്റെ ഗ്രാമറൊക്കെ പോയി എന്ന് ചോദിക്കണം. അപ്പോൾ ബേർട്ടി, ഷീസ് അറ്റ് ഹോം വാച്ചിങ് ദി ടെലിവിഷൻ. അത് തമാശയിൽ പറയണം. അത് വീട്ടിലുണ്ട്, TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ്, മിസ്സസ് ഹിഗിൻസ്, വെയിറ്റ് ടിൽ ഐ ഗെറ്റ് യു ഹോം യു ചീക്കി ലിറ്റിൽ മങ്കി. അപ്പോൾ ഞാൻ വീട്ടിലെത്തട്ടെ, നിനക്ക് കാണിച്ചു തരാം എന്ന് പറയാണ് കേട്ടോ. അസിസ്റ്റന്റ്, ദാറ്റ്സ് വെരി സ്ട്രേഞ്ച്, ഐ കുഡ് സ്വെയർ ദർ വാസ് എ ടിക്കിംഗ് നോയ്സ്. അപ്പോൾ അസിസ്റ്റന്റ് ഇത് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ പറയണം, ഐ ക്യാൻ സ്വെയർ, എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇതിലെന്തോ ഒരു നോയ്സ്, ടിക്കിംഗ് വോയിസ് വരുന്നുണ്ട്. ഫാമർ, ഏ മിസ്, ഐ ക്യാൻ ഹിയർ എ നോയ്സ് ടു. എനിക്കും ആ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് ഫാമർ പറയാണ്. മിസ്സസ് ജോൺസ്, സോ ക്യാൻ ഐ. ക്യാൻ യു മിസ്സസ് സ്മിത്ത്, എനിക്കും കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് മിസ്സസ് ജോൺസ് പറയാണ്. എന്നിട്ട് മിസ്സസ് സ്മിത്തിനോട് ചോദിക്കുകയാണ്, നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? മിസ്സസ് സ്മിത്ത്, യെസ്, ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. എനിക്കും കേൾക്കാൻ പറ്റുന്നുണ്ട്, അതിലൊരു സംശയവുമില്ല. ജെന്റിൽമാൻ, വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ, ഹു ക്യാൻ ഹിയർ വാട്ട്. അപ്പോൾ ആ ജെന്റിൽമാൻ, ആ ഡെഫായിട്ടുള്ള ജെന്റിൽമാൻ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നൂടെയാണ്. ഓൾഡ് ലേഡി, യെസ് ഇൻഡീഡ്, ഐ ക്യാൻ ഹിയർ എ മോസ്റ്റ് പെക്യുലർ സൗണ്ട്, ഐ വണ്ടർ വാട്ട് ഇറ്റ് ക്യാൻ ബി. അപ്പോൾ ആ ഓൾഡ് ലേഡി പറയാണ്, അത് ശരിക്കും എനിക്കും ഒരു ഒരു പ്രത്യേകതരം സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഐ വണ്ടർ വാട്ട് ഇറ്റ് ക്യാൻ ബി, അതെന്താണെന്ന് ഞാൻ വണ്ടർ ചെയ്യുന്നു. ഫാർമർ, ഐ നോ വാട്ട് ഇറ്റ് ക്യാൻ ബി, ഇറ്റ്സ് എ ടൈം ബോംബ്. അതെന്താണെന്ന് എനിക്കറിയാം, അതൊരു ടൈം ബോംബാണ്. എവ്രിബഡി, എ ടൈം ബോംബ് വേർ. അപ്പോൾ എല്ലാവരും ഇത് പരിഭ്രാന്തരായിട്ട് ചോദിക്കുകയാണ്, ടൈം ബോംബോ എവിടെ? അപ്പോൾ ഫാർമർ, ഐ വിൽ ടെൽ യു വേർ, ഇൻ ദാറ്റ് പാർസൽ. ആ പാർസലിലാണ് അതെന്ന് ഫാമർ കാണിച്ചു കൊടുക്കുകയാണ്. ഓൾഡ് ലേഡി, എക്സ്ക്യൂസ് മീ, ബട്ട് വാട്ട് ഈസ് ടൈം ബോംബ്, എന്താണ് ഈ ടൈം ബോംബ് എന്ന് ആ ഓൾഡ് ലേഡി ചോദിക്കുകയാണ്. അതിനറിയില്ല തോന്നുന്നുണ്ട് കേട്ടോ. ഫാമർ, ഇഫ് യു ഡോണ്ട് ഡു സംതിങ് യു വിൽ ഫൈൻഡ് ഔട്ട് സൂൺ ഇനഫ് മാം. നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ എന്തായാലും അതെന്താണെന്ന് മനസ്സിലാവും മാം എന്ന് പറയണം. ജെന്റിൽമാൻ, വാട്ട് ഓൾ ദ ഫസ്റ്റ് എബൌട്ട്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഫസ്റ്റ് എന്ന് വെച്ചാൽ ബഹളം എന്നാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ ഒരു ബഹളം? ഓൾഡ് ലേഡി, ഇറ്റ്സ് സംതിങ് എബൌട്ട് എ ടൈം ബോംബ്, ഒരു ടൈം ബോംബിനെ കുറിച്ചാണിത്. ജെന്റിൽമാൻ, ടോം ഹൂ. അയാൾക്ക് ശരിക്കും ചെവി കേൾക്കൂലല്ലോ, അപ്പോൾ അയാൾ ടൈം ബോംബിലെടുത്ത് ടോം എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ടോം ആരാണ്? ഫാമർ, വി വുഡ് ബെറ്റർ സെൻഡ് ഫോർ എ പോലീസ്മാൻ, നമ്മൾക്കൊരു പോലീസ്മാനെ വിളിക്കാം. മിസ്സസ് ഹിഗിൻസ്, ബേർട്ടി, ഗോ ആൻഡ് ഫെച്ച് എ പോലീസ്മാൻ. ബേർട്ടിനോട് പറയാണ്, വേഗം പോയിട്ട് ഒരു പോലീസ്മാനെ വിളിച്ചുകൊണ്ട്. ബേർട്ടി ഗോസ് ഔട്ട്. ബേർട്ടി അത് കേട്ടിട്ട് വേഗം പുറത്തേക്കിട്ട് പോകണു. അസിസ്റ്റന്റ്, ഐ വിൽ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്, ഞാനിത് പുറത്തേക്ക് എടുക്കുകയാണ്. ഷീ ഗോസ് ടു പിക്ക് ഇറ്റ് അപ്പ്. അത് എടുക്കാൻ വേണ്ടിയിട്ട് അസിസ്റ്റന്റ് പോവാണ്. ഫാമർ, നോ, ലീവ് ഇറ്റ് വേർ ഇറ്റ് ഈസ് ബിഫോർ യു ബ്ലോ അസ് ആൾ അപ്പ്. അപ്പോൾ ഫാമർ തന്നെ, വേണ്ട, നീ അത് തൊടാനും പിക്ക് ചെയ്യാനൊന്നും പോകണ്ട, അത് അഥവാ തൊട്ടിട്ട് അത് അങ്ങനെ പൊട്ടിത്തെറിച്ചാലോ ഞങ്ങളെല്ലാവരും ഇതാവില്ലേ എന്ന് പറയാണ്. അസിസ്റ്റന്റ്, ബട്ട് വാട്ട് ഷെൽ ഐ ഡു, ഞാൻ എന്താ ചെയ്യുക? ഫാമർ, ലിസൺ, ഐ എം ഷുവർ ഇറ്റ്സ് ഗെറ്റിംഗ് ലൗഡർ. എനിക്ക് കേൾക്ക്, എനിക്ക് ഉറപ്പാണ് ആ സൗണ്ട് ഭയങ്കര ഒച്ച കൂടുന്നുണ്ട്, ആ സൗണ്ടിൻ്റെ ശബ്ദം കൂടുന്നുണ്ട്. അസിസ്റ്റന്റ്, യെസ് ഇറ്റ് ഈസ്, ഹോ ഡിയർ, അതെ അത് കൂടുന്നുണ്ട്, അതിൻ്റെ ശബ്ദം ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഫാമർ, ടേക്ക് കവർ എവ്രിബഡി, എല്ലാവരും ഇവിടെ കവർ എന്ന് വെച്ചാൽ ഒളിച്ചിരിക്കുക, എല്ലാവരും ഒന്ന് ഒളിച്ചിരിക്കുക. അപ്പോൾ ദേ ആൾ ഹൈഡ്, എല്ലാവരും ഒളിക്കാൻ പോയി. ജെന്റിൽമാൻ, ഹോ ഐ സീ, ഹൈഡ് ആൻഡ് സീക്ക്. അപ്പോൾ ആ ജെന്റിൽമാൻ ഓൾഡ് ഡെഫായിട്ടുള്ള ജെന്റിൽമാൻ, അയാൾക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അയാൾ, നിങ്ങൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുകയാണോ? എൻ്റെ എ പോലീസ്മാൻ ഫോളോഡ് ബൈ ബേർട്ടി ആ പോലീസ്മാനെ കൊണ്ടുവരികയാണ്. പോലീസ്മാൻ, നൗ ദെൻ വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കം ഓൺ നൗ, വാട്ട്സ് ദ ഐഡിയ ഹൈഡിങ് അണ്ടർ ദി കൗണ്ടർ ലൈക്ക് ദാറ്റ്, എന്തിനാണ് നിങ്ങൾ ആ കൗണ്ടറിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നത്, എന്ത് കാരണത്താലാണ് നിങ്ങൾ അവിടെ ഒളിച്ചിരിക്കുന്നതെന്ന് പോലീസ്മാൻ ചോദിക്കുകയാണ്. അസിസ്റ്റന്റ്, ഇറ്റ്സ് എ ടൈം ബോംബ് കോൺസ്റ്റബിൾ, ഒരു ടൈം ബോംബ് ഉണ്ട് കോൺസ്റ്റബിൾ എന്ന് പറയാണ്. പോലീസ്മാൻ, ബേർട്ട് ഹിഗിൻസ്, ഹാവ് യു ബീൻ അപ് ടു സം മോർ ഓഫ് യുവർ മിസ്ചീഫ്. അപ്പോൾ ബേർട്ടിനോട് പോലീസ്മാൻ ചോദിക്കുകയാണ്,
നീ വല്ല വികൃതിയും കാണിച്ചുകൊണ്ടാണോ ഇവരെല്ലാവരും ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത്? ഫാമർ, ലുക്ക് ഹിയർ കോൺസ്റ്റബിൾ, ദർ ഇസ് എ ടൈം ബോംബ് ഇൻ ദാറ്റ് പാർസൽ. ആ പാർസലിൽ ഒരു ടൈം ബോംബ് ഉണ്ടെന്ന് ഫാമർ കോൺസ്റ്റബിളിനോട് പറയാണ്. പോലീസ്മാൻ, ഡോണ്ട് ടെൽ നോൺസെൻസ് സർ. വെറുതെ വേണ്ടാത്തതൊന്നും പറയരുതെന്ന് സർ എന്ന് ഫാമറിനോട് പോലീസ്മാൻ പറയാണ്. ഫാമർ, വെരി വെൽ, ദെൻ ലിസൺ ഫോർ യുവർ സെൽഫ്. നിങ്ങൾ തന്നെ അതൊന്ന് കേട്ട് നോക്കൂ. ടിക് ടിക് സൗണ്ട് വരുന്നില്ലെന്ന് കേട്ട് നോക്കൂ. പോലീസ്മാൻ, എ ലൗഡ് ടിക്കിംഗ് നോയ്സ്. ഒരു ലൗഡ് ടിക്കിംഗ് നോയ്സ് കേൾക്കുന്നുണ്ട്. ഫാമർ, വാട്ട് ഡിഡ് ഐ ടെൽ യു? ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്? ഗോ ആൻഡ് ഗെറ്റ് എ ബക്കറ്റ് ഓഫ് വാട്ടർ മിസ്. ഒരു ബക്കറ്റ് ഓഫ് വാട്ടർ കൊണ്ടുവരുമെന്ന് അസിസ്റ്റന്റിനോട് ഫാമർ പറയാണ്. ദ അസിസ്റ്റന്റ് ഗോസ് ഔട്ട്. അസിസ്റ്റന്റ് അത് എടുക്കാൻ വേണ്ടി പുറത്തു പോവാണ്. പോലീസ്മാൻ, നൗ ലുക്ക് ഹിയർ സർ, യു ഡു യുവർ ജോബ് ആൻഡ് ഐ ഡു മൈൻ. ഹി ടേക്സ് ഔട്ട് ഹിസ് നോട്ട് ബുക്ക്. അപ്പോൾ ഫാർമറിനോട് പോലീസ്മാൻ പറയണം, നിങ്ങളുടെ ജോലി നോക്കൂ, ഞാൻ എൻ്റെ ജോലി നോക്കാൻ പറഞ്ഞിട്ട് നോട്ട്ബുക്ക് എടുത്തിട്ട് ഐ വിൽ ടേക്ക് ഡൗൺ എ ഫ്യൂ ഡീറ്റെയിൽസ്. അവിടുന്ന് ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്യാണ്. മിസ്സസ് ജോൺസ്, ഡോണ്ട് യു തിങ്ക് ഇറ്റ് വുഡ് ബി ബെറ്റർ ടു ഓപ്പൺ ഇറ്റ്? അത് ഓപ്പൺ ചെയ്യാണ് നല്ലതെന്ന് തോന്നുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ദ അസിസ്റ്റന്റ് എൻറ്റേഴ്സ് വിത്ത് എ ബക്കറ്റ്. വെള്ളമായിട്ട് അസിസ്റ്റന്റ് എൻ്റർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ പുറത്ത് വരുന്നില്ല, അവർ വീണ്ടും തിരിച്ചു വരാണ്. അസിസ്റ്റന്റ്, ഹിയർ ഇസ് എ ബക്കറ്റ് ഓഫ് വാട്ടർ. ദാ ഒരു ബക്കറ്റ് ഓഫ് വാട്ടർ. പോലീസ്മാൻ, നൗ ഡോണ്ട് പാനിക്, ഐ എം ഗോയിങ് ടു അൺഡു ഇറ്റ്. വി വിൽ സൂൺ ഗെറ്റ് ടു ദ ബോട്ടം ഓഫ് ദിസ്. അപ്പോൾ പോലീസ്മാൻ പറയണം, ആരും പേടിക്കണ്ട, ഞാൻ അത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ നമ്മൾ എന്താണിതെന്നും മനസ്സിലാക്കാൻ പോവാണ്. ഹി ബിഗിൻസ് ടു അൺറാപ്പ് ദ പാർസൽ. പാർസൽ അൺറാപ്പ് എന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്യാണെന്നാണ് പറയുന്നത്. ദ ഫോറിൻ ടൂറിസ്റ്റ് എൻറ്റേഴ്സ്. ആ ഫോറിൻ ടൂറിസ്റ്റ് വീണ്ടും കയറി വരികയാണ്. ടൂറിസ്റ്റ്, എക്സ്ക്യൂസ് മീ പ്ലീസ്, ബട്ട് ഐ തിങ്ക് ഐ ഹാവ് ലെഫ്റ്റ് മൈ ഗ്ലൗസ് ഹിയർ. എൻ്റെ ഗ്ലൗസ് ഞാൻ ഇവിടെ വച്ച് മറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ ടൂറിസ്റ്റ് വരികയാണ്. ഫാമർ, സ്റ്റോപ്പ് ദാറ്റ് മാൻ കോൺസ്റ്റബിൾ, ഹി ബ്രോട്ട് ദ പാർസൽ. ആ വ്യക്തിനെ അവിടെ നിർത്തൂ കോൺസ്റ്റബിൾ, അയാളാണ് ഈ പാർസലിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പോലീസ്മാൻ, ജസ്റ്റ് എ മൊമെന്റ് സർ, ഐ വുഡ് ലൈക്ക് എ വേർഡ് വിത്ത് യു. പോലീസ്മാൻ, ഒറ്റൊരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദ ഫാമർ ഹോൾഡ്സ് എ ടൂറിസ്റ്റ് ആം. ഫാമർ ആ ടൂറിസ്റ്റിൻ്റെ കൈ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക, അയാൾ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ടൂറിസ്റ്റ്, വൈ ഡു യു ഹോൾഡ് മീ? നീ എന്തിനാണ് എന്നെ പിടിക്കുന്നത്? പോലീസ്മാൻ, ഈസ് ദിസ് യുവർ പാർസൽ സർ? ബിക്കോസ് ഐ എം ഗോയിങ് ടു അൺഡു ഇറ്റ്. ഇത് നിങ്ങളുടെ പാർസലാണോ സർ? ഞാൻ ഇത് ഓപ്പൺ ചെയ്യാൻ പോവാണെന്ന് പറയണം. ടൂറിസ്റ്റ്, വാട്ട് ഇറ്റ് ഈസ് യു ഡു? ആർ യു മാഡ്? ലീവ് അലോൺ ദി പാർസൽ. അപ്പോൾ വാട്ട് എന്നുള്ളിടത്തൊക്കെ വാറ്റ് എന്നാ പറയണം കേട്ടോ. നിങ്ങളിതാണോ ചെയ്യുന്നത്? നിങ്ങളെന്താ മാഡാണോ? ഈ പാർസലിനൊന്ന് വെറുതെ വിടൂ. പോലീസ്മാൻ, ഡോണ്ട് വറി സർ, ഐ വിൽ സൂൺ ഗെറ്റ് ഇറ്റ് ഓപ്പൺഡ്. ഒന്ന് പേടിക്കണ്ട, ഞാൻ അത് പെട്ടെന്ന് ഓപ്പൺ ചെയ്യും. ടൂറിസ്റ്റ്, വാട്ട് ഈസ് ദിസ് നോൺസെൻസ്? എന്താണ് ഈ നോൺസെൻസ്? എന്ത് അബദ്ധമാണ് നിങ്ങൾ ചെയ്യണത്? പോലീസ്മാൻ, ദാറ്റ്സ് വാട്ട് ഐ വോണ്ട് ടു നോ സർ. അതാണ് എനിക്ക് അറിയേണ്ടത് സർ എന്ന് പറയാണ് പോലീസ്മാൻ. ടൂറിസ്റ്റ്, it is ticking, you fool, but now it has stopped. I am ruined. അപ്പോൾ ആ ടൂറിസ്റ്റ് പറയണ, അത് ടിക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. ഇപ്പം അത് സ്റ്റോപ്പ് ചെയ്തു, അത് കേട് വന്നു എന്നുള്ള രീതിയിൽ പറയാം. അത് സ്റ്റോപ്പ് ചെയ്തു. ഐ ആം റൂയിൻഡ്. നിങ്ങൾ നശിപ്പിച്ചതൊക്കെ എന്നുള്ള രീതിയിൽ പറയണം. ഫാമർ, ഇറ്റ് സ്റ്റോപ്ഡ് ടിക്കിംഗ്, ലുക്ക് ഔട്ട് എവ്രിബഡി, ഇറ്റ്സ് ഗോയിങ് ഓഫ്. അപ്പം ഫാമർ പറയണ, അയ്യോ അത് സ്റ്റോപ്പ് ചെയ്തു, അതായത് ആ സൗണ്ട് സ്റ്റോപ്പ് ചെയ്തു, ഇപ്പം അത് പൊട്ടിത്തെറിക്കും എന്ന് പറയാണ്. ദ പോലീസ്മാൻ ത്രോ ഇറ്റ് ഇൻ ടു ദ ബക്കറ്റ് ഓഫ് വാട്ടർ ആൻഡ് എവ്രിബഡി ഡ്രൈവ്സ് ഫോർ കവർ. പോലീസ്മാൻ അത് ഫാമറിൻ്റെ ആ സംസാരം കേട്ടപ്പോൾ അതിപ്പോൾ പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞപ്പോൾ വേഗം ബക്കറ്റ് ഓഫ് വാട്ടറിലോട്ട് എറിയാണ്, ആ വെള്ളത്തിൻ്റെ ബക്കറ്റിലോട്ട് എറിയാണ്. അപ്പോൾ എല്ലാവരും പേടിച്ചിട്ട് പെട്ടെന്ന് ഓടി ഒളിക്കുകയാണ് കേട്ടോ. ടൂറിസ്റ്റ്, യു ഇഡിയറ്റ്, യു വിൽ ബി പണിഷ്ഡ് ഫോർ ഇറ്റ്. അപ്പോൾ പോലീസ്മാനോട് ടൂറിസ്റ്റ് പറയാണ്, യു ഇഡിയറ്റ്, നിങ്ങൾക്ക് ഇതിനുള്ള ശിക്ഷ ഞാൻ മേടിച്ചു തരും. ദ ടൂറിസ്റ്റ് ടേക്ക് ഇറ്റ് ഔട്ട് ഓഫ് ദി ബക്കറ്റ് ആൻഡ് ഹോൾഡ് അപ്പ് എ ലാർജ് ക്ലോക്ക്. അപ്പോൾ ടൂറിസ്റ്റ് അത് ബക്കറ്റിൽ നിന്ന് പോയി എടുത്തിട്ട് അതൊരു വലിയൊരു ക്ലോക്കാണ് കേട്ടോ, ടിക് ടിക് ചെയ്യുന്ന വലിയൊരു ക്ലോക്കാണ്. അസിസ്റ്റന്റ്, ഗുഡ് ഗ്രേഷ്യസ്, എ ക്ലോക്ക്. അപ്പോൾ രക്ഷപ്പെട്ടു, ഒരു ക്ലോക്കാണ്. ടൂറിസ്റ്റ്, ഓൾ ദ വേ ഫ്രം സ്വിറ്റ്സർലാൻഡ് ഡു ഐ ബ്രിങ് ദിസ് ബ്യൂട്ടിഫുൾ ക്ലോക്ക് ആൻഡ് ലുക്ക് അറ്റ് ഇറ്റ് റൂയിൻഡ്. ഇത് ഞാൻ സ്വിറ്റ്സർലാൻഡ് പോയി വരുമ്പോൾ കൊണ്ടുവന്നതാണ്, ഇത് നോക്കിപ്പോ, ഇത് നശിപ്പിച്ചു. ഐ വിൽ സ്യൂ യു ആൾ, യു ബ്ലണ്ടേർഡ് ഇഡിയറ്റ്. ഞാൻ നിങ്ങളെല്ലാവരും എന്താ പറയുക, നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. യു ബ്ലണ്ടറിങ് ഇഡിയറ്റ്, വിഡ്ഢികളെ. ഐ വിൽ നെവർ പോസ്റ്റ് എനിത്തിങ് ഇൻ ദിസ് കൺട്രി അഗെയിൻ. ഞാൻ ഇനി ഒരിക്കലും ഈ രാജ്യത്ത് ഒന്നും പോസ്റ്റ് ചെയ്യില്ല, ഒന്നും പോസ്റ്റ് ഓഫീസിലൂടെ അയക്കില്ല എന്ന് പറയാം. പോസ്റ്റ് early for Christmas. I shall see the postmaster general about this. അപ്പോൾ ആ നോട്ടീസ് വായിക്കുകയാണ്, ആ പോസ്റ്റർ വായിച്ചിട്ട് പറയാണ്, ഞാൻ പോസ്റ്റ് മാസ്റ്ററിനെ കാണാൻ പോവുകയാണ്. ഹി ഗോസ് ഔട്ട്, അയാൾ പുറത്തേക്ക് പോവുക. അസിസ്റ്റന്റ്, വെൽ ദാറ്റ്സ് ദാറ്റ്. ഷീ പുട്ട് ഓൺ ഹെർ ക്ലോത്ത്. അത് കഴിഞ്ഞു. ഇനി അവർ ആ അസിസ്റ്റന്റ് അവരുടെ കോട്ട് ധരിക്കുകയാണ്. പോലീസ്മാൻ, വേർ ആർ യു ഓഫ് ടു മിസ്? നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് മിസ്? അസിസ്റ്റന്റ്, ഐ എം ലീവിങ് ദി പോസ്റ്റ് ഓഫീസ് ഫോർ എവർ.
ഞാൻ ഈ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പോവുകയാണ്. ഐ എം ഗോയിങ് ഡൗൺ ദി റോഡ് ടു വർക്ക് അറ്റ് ദി അനിമൽ ഡിസ്പെൻസറി. ഞാൻ ആ അനിമൽ ഡിസ്പെൻസറിയിൽ വർക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ വിട്ടു പോവാണ് പറയണത്. അതായത് ഇവിടുത്തെ ബുദ്ധിമുട്ടുകൊണ്ട് പറയാണ് അസിസ്റ്റന്റ് കേട്ടോ. ഇനി ഞാൻ ഇവിടെ തുടരുന്നില്ല. അനിമൽ ഡോണ്ട് ഡു സച്ച് സില്ലി തിങ്സ്. ഈ അനിമൽസ് ഇത്രയും പൊട്ടത്തരങ്ങളൊന്നും കാണിക്കില്ല നമ്മൾ ചെയ്യുന്ന അത്രയും. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് അവർ പോവാണ്. ഷീ വാക്സ് ഔട്ട് വിത്ത് ഹർ നോസ് ഇൻ ദി എയർ. അവർ ആ പുറത്തെ കൂടെ നടക്കുകയാണ്. എന്നിട്ട് കേർട്ടൻ കഴിഞ്ഞു. അതോടുകൂടി ഈ പ്ലേ ഇവിടെ അവസാനിക്കുകയാണ്. കേർട്ടൻ വീഴാണ്. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്നുള്ള 1 ആക്ട് പ്ലേ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ.